ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ഈ തുരങ്കങ്ങളുടെ ആവശ്യം കഴിഞ്ഞതാണെന്ന് ഹമാസ് അവകാശപ്പെടുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കരുത് എന്നും അത് ഏറെ അപകടം പിടിച്ചതാണ് എന്നും വെടിനിർത്തൽ ഹമാസ് വിട്ടയച്ച ബന്ദികൾ പറയുന്നത്. വിട്ടയക്കപ്പെട്ട 100-ലേറെ ബന്ദികളുമായി ശനിയാഴ്ച ഇസ്രായേൽ അധികൃതർ ചർച്ച നടത്തിയിരുന്നു. ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഗസയിൽ അവർ കടന്നുപോയ വഴി അധികൃതർ ചോദിച്ചറിയുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ, യുദ്ധകാല മന്ത്രിസഭാ അംഗം ബെന്നി ഗാസറ്റ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഒരു ഘട്ടത്തിൽ കെട്ടിടങ്ങളിലായിരുന്നു ഞങ്ങൾ. ചുറ്റും ബോംബ് പതിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്നും ബന്ദികൾ പറയുന്നു. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന നിലയിലായിരുന്നു. ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത്. എത്രയും വേഗം തുരങ്കത്തിലേക്ക് മാറ്റണമെന്ന് ഹമാസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിട്ടയച്ചവരിലൊരാൾ പറഞ്ഞു, ഇസ്രായേൽ പട്ടാളക്കാരെ തുരങ്കങ്ങളിലേക്ക് അയക്കുന്നത് എന്ത് വില കൊടുത്തും തടയണം. അത് അവർക്കും ബന്ദികൾക്കും അപകടമാണ്. ബന്ദികളുടെ മോചനത്തിനാണ് ഏറ്റവും മുൻഗണന നൽകുന്നത് എന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. ഹമാസ് മേധാവി യഹിയ സിൻവാറിനെ പിടികൂടുന്നത് പ്രതീകാത്മക വിജയം മാത്രമാണെന്നും ഗസയിൽ നിന്ന് ഹമാസിനെ തുലച്ചു നീക്കാനാണ് യഥാർത്ഥ പോരാട്ടമെന്നും മന്ത്രി ബെന്നി ഗാസന്റ് പറയുകയും ചെയ്തു. അതേസമയം 4 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് കഴിഞ്ഞ ദിവസത്തിൽ കണ്ടെത്തിയത്. തുരങ്കത്തിന്റെ കവാടം എറിസ് അതിർത്തിയിൽ നിന്നും 400 മീറ്റർ മാത്രം അകലെയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. തുരങ്കത്തിന്റെ ദൃശ്യങ്ങളും IDF പങ്കുവച്ചിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് ഈ തുരങ്കത്തിലൂടെ കടന്നുപോകാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. ഒരു IFP ഫോട്ടോഗ്രാഫറാണ് തുരങ്കത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. തുരങ്ക നിർമ്മാണത്തിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവായി എന്നും വർഷങ്ങളെടുത്തുവെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഹമാസ് തലവൻ യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് യഹിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് എന്ന് സേന അറിയിച്ചു. ട്രെയിനേജ് സംവിധാനം, വൈദ്യുത വെന്റിലേഷൻ, ആശയവിനിമയ സംവിധാനം, റെയിലുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഈ തുരങ്കത്തിലുണ്ട്. തറ മണ്ണിട്ട് നികത്തിയിരിക്കുന്നു. ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. ഈ തറ മണ്ണിട്ട് നികത്തിയതിന് താഴെയും ഇനി തുരങ്കങ്ങൾ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഹമാസ് ചിത്രീകരിച്ചതായി ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ ചെറിയ നിർമ്മാണ വാഹനം തുരങ്കത്തിലൂടെ ഓടിക്കുന്നതും വ്യക്തമാണ്. ഇത്രയും വലിയ തുരങ്കങ്ങളുടെ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഹമാസിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുകളും ഉയരുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിനെതിരെയുള്ള കുറ്റപ്പെടുത്തലും ഇതുവഴി കൂടുന്നുമുണ്ട്. ഇത്രയും വലിയൊരു തുരങ്കം 2 മാസത്തിനിപ്പുറമാണ് ഇസ്രായേൽ കണ്ടെത്തിയതെങ്കിൽ ഇനിയും വലുതൊരു പക്ഷേ ഗസയിലെ മറ്റെവിടെയൊക്കെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്നതാണ് ആ കുറ്റപ്പെടുത്തൽ. എന്തായാലും തുരങ്കത്തിനകത്തിറങ്ങി പലതരത്തിലുള്ള യുദ്ധമുറകൾ പയറ്റാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് ഒരു വലിയ അടി തന്നെയാണ് ബന്ദികളുടെ ഈ മുന്നറിയിപ്പ്. ഒരുപക്ഷെ ബന്ദികളുടെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രായേൽ ഒരുപക്ഷെ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ അവരുടെ പോക്ക് എന്നതിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച ബന്ദികളെ കണ്ട് വിശദമായ കാര്യങ്ങൾ ശേഖരിക്കുകയും അതിനനുസരിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത്. വർഷങ്ങളോളം എടുത്ത് നിർമ്മിച്ച തുരങ്കത്തിൽ അഴുക്കുചാലും വൈദ്യുതിയും റെയിലും അടക്കം സംവിധാനങ്ങൾ നിരവധിയുണ്ട്. ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്ന് IDF പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇത് ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടക്കാൻ നിർമ്മിച്ച തുരങ്കമാണ് എന്നും നിങ്ങൾ എത്താൻ വൈകിയെന്നും ഹമാസ് വീഡിയോ സന്ദേശത്തിൽ മറുപടി നൽകി. അതിനിടെ ഹിസ്ബുള്ള ആക്രമണം കാരണം വടക്കൻ ഇസ്രായേലിന് 80,000 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. മേഖലയിൽ വെല്ലുവിളി നേരിട്ടുവെങ്കിലും സൈന്യം ദൗത്യം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടി ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വടക്കൻ പട്ടണത്തിൽ പകൽ മുഴുവനും ലെബനനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും വരുന്നുമുണ്ട്. മൗണ്ട് ഡോവർ, റോഷ് ഹനിക, കിബുട്സ്, മാർഗിലോട്ട്, അറബ് അൽ അറാംഷെ തുടങ്ങിയ ഭാഗങ്ങളിൽ ആക്രമണം നേരിടുന്നു. ചില റോക്കറ്റുകൾ അതിർത്തി കടക്കാതെ തടയാനും കഴിഞ്ഞുവെന്നും ചില രാജ്യത്തിന്റെ മണ്ണിൽ പതിച്ചുവെന്നും ഇസ്രായേൽ പറയുകയാണ്.